السلام عليكم ورحمة الله تعالى وبركاته. الحمد لله رب العالمين. الصلاة والسلام على سيدنا محمد وعلى آل سيدنا ومولانا محمد. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ക്ലാസുകൾ, നമ്മുടെ ഈ പഠനങ്ങൾ അല്ലാഹു തആല ഖബൂൽ ചെയ്യുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങൾ അല്ലാഹു പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. രോഗികളായി കഴിയുന്ന ഒരുപാട് വ്യക്തിത്വങ്ങളുണ്ട്, സഹപാഠികൾ, സുഹൃത്തുക്കൾ, ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവര്. അല്ലാഹു അവരുടെയും നമ്മുടേതുമായ എല്ലാ രോഗങ്ങളും പരിപൂർണമായ ശിഫാ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എല്ലാവർക്കും സാധാരണ സംഭവിക്കുന്ന ഒരു വിഷയമാണ് നിസ്കാരം ഖളാ ആവുക എന്നുള്ളത്. നിസ്കാരം ഖളായായ ഒരുപാട് ആൾക്കാരുണ്ട്. കൃത്യമായി അതിൻ്റെ സമയങ്ങളിൽ പോയി ജമാഅത്തായി നിസ്കരിക്കുന്ന ആൾക്കാരുടെ എണ്ണം വളരെ കുറവാണ്. ജീവിതത്തിൽ എപ്പോഴെങ്കിലുമൊക്കെ നിസ്കാരം ഖളയായി പോയ ഒരുപാട് ആൾക്കാരുണ്ട്. പല ആൾക്കാരും ചോദിക്കാറുണ്ട്, ഉസ്താദേ, എങ്ങനെയാണ് ഇനി ഈ നിസ്കാരങ്ങളൊക്കെ ഒന്ന് നിസ്കരിച്ച് തീർക്കുക? അത്രത്തോളം നിസ്കാരം ഖളയാണ്. അപ്പോൾ അവിടെ മസ്അല നമുക്ക് നോക്കാം. നിസ്കാരം ഖളയായി പോയാൽ, ഫർളാക്കപ്പെട്ട നിസ്കാരം ഖളയായി പോയാൽ, ഫിഖ്ഹിന്റെ പണ്ഡിതന്മാർ പറയുന്നുണ്ട്, ഫൗറൻ, വേഗത്തിൽ തന്നെ അത് നിങ്ങൾ ഖളാ വീട്ടേണ്ടതാണ്. ഫർളാക്കപ്പെട്ട നിസ്കാരം ഖളയായി പോയാൽ, ഖളാ ആയാൽ, ചിലത് കാരണങ്ങളെ കൊണ്ട് ഖളയാകുന്നതുണ്ട്. കാരണം എന്തൊക്കെയാണ്? അല്ലാഹു തആല പുറത്തു തരുന്ന ചില കാരണങ്ങൾ. ഒന്ന്, അന്നിസിയാനു, മറവി ഉണ്ടാവുക, മറന്നിട്ട് പോവുക. ചില ജോലികളിൽ നമ്മൾ ഏർപ്പെട്ട് കഴിയുമ്പോൾ നിസ്കാരത്തിന്റെ സമയമായി എന്ന് നമ്മൾ മറന്നുപോയി. അങ്ങനെ നിസ്കാരം കഴിഞ്ഞു പോയാൽ അതിന് ഉദറാണ്. രണ്ടാമത്തെ വിഷയം അന്നൗമു, ഉറക്കമാണ്. ഉറക്കം കൊണ്ട് ചിലപ്പോൾ നമ്മുടെ നിസ്കാരങ്ങൾ നമുക്ക് ഖളയായി പോകും. ചില ആൾക്കാര് 10 മണിക്ക് കിടന്നുറങ്ങിക്കഴിഞ്ഞാൽ ചിലപ്പോൾ എണീക്കുന്നത് അസറിനായിരിക്കും. ഈ ഉറക്കത്തിന്റെ വിഷയം പറയുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കാനുണ്ട്. ഒരിക്കലും നിസ്കാരത്തിന്റെ സമയമാകുമ്പോൾ കിടന്നുറങ്ങാൻ പാടില്ല. അതായത് എന്റെ ഈ ഉറക്കം കൊണ്ട് എനിക്ക് ളുഹർ നഷ്ടപ്പെടും എന്ന് ഭയന്നിട്ടുറങ്ങുന്നതാണെങ്കിൽ ആ ഉറക്കം ഹറാമാണ്. നമ്മുടെ ഈ ഉറക്കം കൊണ്ട്, അല്ലെങ്കിൽ ഈ യാത്ര കൊണ്ട് എനിക്ക് ഈ നിസ്കാരം ഖളയാകും എന്ന് കണ്ടാൽ അതിലേക്ക് തിരിയൽ, അത് ഹറാമാണ്. അവിടെ നിസ്കാരത്തിനാണ് പ്രാധാന്യം. അതല്ല, ഞാൻ കൃത്യമായ സമയത്ത് എഴുന്നേൽക്കുമെന്ന് ഉറപ്പുണ്ട്, കൃത്യമായ സമയത്ത് ഞാൻ എഴുന്നേൽക്കുന്ന ആളുമാണ് എങ്കിൽ അവിടെ ഉറങ്ങാം. അത് നിസ്കാരത്തിന്റെ റാഹത്തിന് നല്ലതാണ്. ഒന്ന് ഉറങ്ങി എണീച്ച് വരുമ്പോ നിസ്കാരത്തിന് നല്ല റാഹത്തുണ്ടാകും, അത് നല്ലതാണ്. നിസ്കാരം ഖളയായി പോകുമെന്ന് കണ്ടാൽ ഉറങ്ങാൻ പാടില്ല. അപ്പൊ ഈ ഖളയായി പോയ ഒരുപാട് നിസ്കാരങ്ങളുണ്ട്. എങ്ങനെയാണ് ഈ നിസ്കാരങ്ങളൊക്കെ ഒന്ന് പൂർത്തീകരിക്കുക, അതൊക്കെ വീണ്ടെടുക്കുക? എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഹാളിറായ നിസ്കാരം നമ്മുടെ മുന്നിൽ ഇപ്പോൾ ളുഹർ നിസ്കാരത്തിന്റെ സമയമായി, പക്ഷേ നമുക്ക് ഒരുപാട് നിസ്കാരം ഖളയുണ്ട് എങ്കിൽ ആ ഖളയായി പോയ നിസ്കാരമാണ് നീ മുന്തിക്കേണ്ടത്. നിനക്ക് ഹാളിറായ നിസ്കാരത്തെക്കാളും നീ മുന്തിക്കേണ്ടത് നിനക്ക് ഖളയായി പോയ നിസ്കാരത്തെയാണ്. എങ്ങനെ? ആ ഹാളിറായ നിസ്കാരം ഖളയായി പോകുമെന്ന് ഭയന്നില്ല എങ്കിൽ, ഇപ്പോൾ ളുഹർ നിസ്കരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ നിൽക്കുകയാണ്, അപ്പോൾ എനിക്ക് കുറെ നിസ്കാരം വേറെ ഖളയായി കിടക്കുന്നുണ്ട്. എനിക്ക് ഏറ്റവും ഉത്തമമെന്ന് പറയുന്നത് ആ ഖളയായ നിസ്കാരം നിസ്കരിക്കലാണ്.
അതെടുത്ത് നിസ്കരിക്കണം. ഇനി ആ കളയായ നിസ്കാരം നിസ്കരിച്ചു കൊണ്ടിരുന്നാൽ അസർ ബാങ്ക് വിളിക്കും, എനിക്ക് ളുഹർ കിട്ടില്ല എന്ന് ഭയന്നാൽ അവിടെ ളുഹർ നമ്മൾ ഹാദിറായ നിസ്കാരം നിസ്കരിക്കണം. എന്നാലും നമുക്ക് കളയായി പോയ നിസ്കാരത്തെ നമ്മൾ വളരെ വേഗം തന്നെ നിസ്കരിക്കണം. ഇല്ലെങ്കിൽ നമുക്ക് നഷ്ടമാകുന്നത് എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് സുന്നത്തുകൾ നിസ്കരിക്കാൻ കഴിയുന്നതില്ല. ഫർളായ നിസ്കാരങ്ങൾ കളയായി കിടക്കുമ്പോ സുന്നത്ത് നിസ്കരിക്കാൻ കഴിയുന്നില്ല, അത് ഹറാമാണ്. സുന്നത്ത് നിസ്കാരം കളയായി ഫർളാക്കപ്പെട്ട നിസ്കാരം കളയായി കിടക്കുമ്പോ സുന്നത്ത് നിസ്കരിക്കാൻ പാടില്ല. അതിന് മഹാന്മാരൊരു വഴി കണ്ടെത്തിയിട്ടുണ്ട്, അവര് പറഞ്ഞു തന്നിട്ടുണ്ട്. ഫിഖ്ഹിന്റെ പണ്ഡിതന്മാർ നമ്മളോട് പറയുകയാണ്, നിസ്കാരങ്ങൾ കളയായി പോയാൽ അത് വീട്ടാൻ വേണ്ടിയിട്ട് അത് മടക്കി നിസ്കരിക്കാൻ ഒരു എളുപ്പ വഴിയുണ്ട്. മഹാന്മാര് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഏതാണ് എളുപ്പ വഴി? നിസ്കാരം കളയാക്കിയിട്ട് വീണ്ടും നമ്മുടെ ഇപ്പോൾ വന്നിരിക്കുന്ന നിസ്കാരങ്ങളൊക്കെ നിസ്കരിച്ചു പോകും. പക്ഷെ വർഷങ്ങളോളം നിസ്കാരം ഇങ്ങനെ കളയായി കിടക്കുന്നുണ്ട്. അള്ളാഹു തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. കാരണം കളായ നിസ്കാരവുമായി നിങ്ങൾ ഒരിക്കലും മഹ്ശറയിലേക്ക് കടന്നവരല്ലേ ഉമ്മത്തെ എന്ന് ഹബീബുനാ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. കളയായ നിസ്കാരവുമായി നിങ്ങൾ ഒരിക്കലും നിങ്ങൾ ആഖിറത്തിലേക്ക് കടന്നുവരരുത്. നിസ്കാരങ്ങൾ പൂർത്തിയായി നിസ്കരിച്ചവർക്ക് പോലും ഖിയാമത്ത് നാളിൽ രക്ഷപ്പെടാൻ വല്ലാത്ത ബുദ്ധിമുട്ടായിരിക്കെ കളയായ നിസ്കാരവുമായി നിങ്ങൾ ആഖിറത്തിലേക്ക് ഖിയാമത്ത് നാളിലേക്ക് കടന്നുവരല്ലേ എന്ന്, മഹ്ശറയിലേക്ക് കടന്നുവരല്ലേ, അത് നിങ്ങളെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നു, അത് നിങ്ങളെ വല്ലാതെ പ്രയാസപ്പെടുത്തുന്നു, അത് നിങ്ങൾക്ക് സ്വർഗം തടയാനുള്ള കാരണമായി വരുന്നുണ്ട് എന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് നിസ്കാരം നിങ്ങൾ ഒരിക്കലും കളയായി കളയരുത്. നിങ്ങളുടെ ഉറക്കത്തെക്കാൾ സ്വലാത്തു ഖൈറും മിനന്നൗം. സുബഹി നിസ്കാരത്തിന് വേണ്ടിയിട്ട് ബാങ്ക് വിളിക്കുമ്പോൾ ഇങ്ങനൊരു പദം ഉച്ചരിക്കാറുണ്ട്. നമ്മൾ ആരെങ്കിലും അത് കേൾക്കാറുണ്ടോ? കേൾക്കുന്നത് തന്നെ ചിലപ്പോ റമദാനിലായിരിക്കും, അല്ലാതെ കേൾക്കാൻ ചാൻസ് ഇല്ല. എന്റെ പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ ഹബീബായ തങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നു. നിങ്ങളുടെ ആയുസ് വർദ്ധിക്കാൻ വേണ്ടി ഞാൻ ഒരു കാര്യം പറഞ്ഞു തരാം. ആയുസ് വർദ്ധിക്കാൻ ഒരു കാര്യം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരട്ടെ. ഹബീബായ തങ്ങൾ അവിടുന്ന് പഠിപ്പിക്കുകയാണ്, നിങ്ങൾ രാത്രിയിൽ നേരത്തെ കിടന്നുറങ്ങുക. നേരത്തെ കിടന്നുറങ്ങുക, അത് നിങ്ങളുടെ ആയുസ് വർദ്ധിക്കാൻ കാരണമാണ്. രാത്രിയിൽ നേരത്തെ കിടന്നുറങ്ങുകയും രാവിലെ നിങ്ങൾ നേരത്തെ എഴുന്നേൽക്കുകയും ചെയ്യണേ. അത് നിങ്ങളുടെ ആയുസ് വർദ്ധിക്കാൻ, നിങ്ങൾക്ക് ആരോഗ്യം ലഭിക്കാനുള്ള കാരണമാണ് എന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. ഇപ്പോ നമ്മുടെ ഡോക്ടർമാർ നമ്മളോട് പറയുന്നുണ്ട്, ബോധമില്ലാതെ നിങ്ങൾ 7 മണിക്കൂർ കിടന്നുറങ്ങണേ, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സ്ട്രോക്ക് വരാൻ സാധ്യതയുണ്ട്, നിങ്ങൾക്ക് അറ്റാക്ക് വരാൻ സാധ്യതയുണ്ട്, നിങ്ങൾക്ക് പ്രഷർ എന്ന് പറയുന്ന രോഗം വരാൻ സാധ്യതയുണ്ട്, നിങ്ങൾക്ക് മറ്റുള്ള രോഗങ്ങളെ കടന്നു വന്നുകൊണ്ട് നിങ്ങളുടെ ശരീരം നിശ്ചലമാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നല്ലതുപോലെ കിടന്നുറങ്ങണേ എന്ന് ഡോക്ടർമാര് നമ്മളോട് പറയുമ്പോൾ അവിടെയാണ് റസൂലുള്ളാഹി തങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത്, രാത്രിയിൽ ഇശാ നമസ്കാരം കഴിഞ്ഞിട്ട് നല്ലതുപോലെ നിങ്ങൾ കിടന്നുറങ്ങുക. ഇശാ നമസ്കാരം കഴിഞ്ഞാൽ പിന്നെ ദുനിയാവിന്റെ സംസാരങ്ങളില്ല, ദുനിയാവിന്റെ സംസാരമില്ല. പിന്നെ നിങ്ങള് തസ്ബീഹുകളും ദിക്റുകളുമായി കിടന്നുറങ്ങിക്കൊള്ളുക. എന്നിട്ട് തഹജ്ജുദിന്റെ സമയത്ത് നേരത്തെ എഴുന്നേൽക്കുക. ഇത് നിങ്ങളുടെ ജീവിതത്തിൽ പകർത്തിയാൽ നിങ്ങളുടെ ആയുസ് വർദ്ധിക്കാനുള്ള കാരണമാണ് എന്ന് ഹബീബുനാ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്.
റസൂലുള്ളാഹി തങ്ങളുടെ ജീവിതം നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്തിയാൽ ഒരുപാട് നേട്ടങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. ആ പ്രഭാതത്തിലുള്ള ഓക്സിജൻ നമ്മൾ ശ്വസിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലുള്ള അഴുക്കുകൾ നീങ്ങുകയാണ്, നമ്മുടെ ശ്വാസകോശം നന്നാവുകയാണ്, നമ്മുടെ ബുദ്ധി വളരുകയാണ്, നമ്മുടെ ഓർമ്മശക്തി വളരുകയാണ്. സാധാരണ നമ്മൾ കണ്ടിട്ടില്ലേ, വീടുകളിലൊക്കെ 10ാം ക്ലാസ് ഒക്കെ ആയിക്കഴിഞ്ഞാൽ പരീക്ഷയാകുമ്പോൾ, +2ന്റെ പരീക്ഷയാകുമ്പോൾ, ഡിഗ്രിയുടെ പരീക്ഷയാകുമ്പോൾ നമ്മുടെ മക്കളെ നേരത്തെ വിളിച്ചുണർത്തും. പകലിൽ രാത്രി നല്ലതുപോലെ കടത്തി ഉറക്കിയിട്ട് നേരത്തെ വിളിച്ചുണർത്തിയിട്ട് പകലിരുത്തി പഠിപ്പിക്കും. കാരണം എന്താ? പകല് പഠിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ഹൃദ്യസ്ഥമാക്കാൻ കഴിയും. ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ രാവിലെ എഴുന്നേൽക്കണം. രാവിലെ എഴുന്നേറ്റാൽ നിങ്ങൾക്ക് വല്ലാത്ത ഗുണങ്ങളാണ്. മാത്രമല്ല ആത്മീയമായിട്ടൊന്ന് നോക്കിയാൽ പ്രഭാതത്തിൽ എഴുന്നേറ്റുകൊണ്ട് നിസ്കരിക്കുന്നവന് കിട്ടുന്ന പ്രതിഫലം എന്തെന്നറിയോ? അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ മാലാകമാരവന് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യുമെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. അത് നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരേണ്ടതാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, ഖളായി പോയ നിസ്കാരങ്ങൾ എങ്ങനെയാണ് നമുക്ക് പെട്ടെന്ന് നിസ്കരിച്ചു കഴിയാൻ കഴിയുന്നത്? അതിനു വേണ്ടിയിട്ടൊരു മാർഗം ഫുഖഹാക്കൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്, കർമ്മശാസ്ത്ര പണ്ഡിതന്മാരെ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. നിങ്ങൾ ഫർദ് നിസ്കരിക്കാൻ വേണ്ടിയിട്ട് കടന്നു പോകുമ്പോ ആ ഫർദ് നിസ്കാരത്തിന് മുമ്പും ശേഷവും സുന്നത്തുകളുണ്ടല്ലോ. മുമ്പ് ശേഷവും സുന്നത്തുകളുണ്ട്. ളുഹർ നിസ്കാരത്തിന് മുമ്പ് 4 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കാം, ളുഹറിന് ശേഷം 4 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കാം. ഇങ്ങനെയുള്ള സുന്നത്ത് നിസ്കാരങ്ങൾ നിങ്ങൾ നിസ്കരിക്കുമ്പോൾ കളയായി കഴിയുമ്പോൾ നിങ്ങൾക്ക് സുന്നത്ത് നിസ്കരിക്കാൻ കഴിയില്ലല്ലോ. അവിടെ നിങ്ങൾ കളയായി പോയ ളുഹർ നിസ്കാരം നിസ്കരിക്കുകയാണെങ്കിൽ അവിടെ സുന്നത്തും കൂടി അതിന്റെ പ്രതിഫലവും അള്ളാഹു തരാൻ സാധ്യതയുണ്ട് എന്ന് ഫുഖഹാക്കൾ, കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. എങ്ങനെ? ഇപ്പൊ ളുഹർ നിസ്കരിക്കാൻ വേണ്ടി നമ്മൾ പോയി നിന്നു. ളുഹറിന് മുമ്പ് നമ്മൾ 4 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കാൻ. അപ്പൊ ആ 4 റക്അത്ത് സുന്നത്ത് നിസ്കാരത്തിന്റെ നിയ്യത്ത് നമ്മൾ മാറ്റി നമുക്ക് കളയായി പോയ ളുഹർ നിസ്കാരം അല്ലെങ്കിൽ അസ്ർ നിസ്കാരം അല്ലെങ്കിൽ ഇശാ നിസ്കാരം ഏതുമാകട്ടെ 4 റക്അത്തുള്ള നിസ്കാരം അവിടെ നമ്മൾ നിയ്യത്ത് പറഞ്ഞുകൊണ്ട് നിസ്കരിച്ചു കഴിഞ്ഞാൽ അവിടെ നമ്മൾക്ക് കളയായി പോയ നിസ്കാരങ്ങൾ കളാ വീട്ടുകയും ആ സുന്നത്തിന്റെ പ്രതിഫലം നമുക്ക് അവിടെ ലഭിക്കുകയും ചെയ്യുകയാണ്. ഇങ്ങനെ നമ്മുടെ നിസ്കാരത്തിന് മുമ്പ് നമ്മൾ നിസ്കരിക്കുന്ന സുന്നത്ത് നിസ്കാരങ്ങളിൽ നമ്മുടെ നിയ്യത്ത് പറഞ്ഞുകൊണ്ട് നിസ്കരിച്ചു കഴിഞ്ഞാൽ നമുക്ക് കളയായി പോയ നിസ്കാരങ്ങൾ കളാ വീട്ടുകയും ആ സുന്നത്തിന്റെ പ്രതിഫലം നമുക്ക് ലഭിക്കുകയും ചെയ്യുന്നതാണ്. ഫുഖഹാക്കൾ നമുക്ക് പഠിപ്പിച്ചു തന്ന ഏറ്റവും വലിയൊരു മാർഗമാണ്, പെട്ടെന്നുള്ളൊരു മാർഗമാണ്. ആ കളയായി പോയ നിസ്കാരങ്ങൾക്ക് വേണ്ടി പ്രത്യേകിച്ച് നമുക്ക് നിൽക്കേണ്ടി വരത്തില്ല. അപ്പൊ ഈ സുന്നത്ത് നിസ്കാരങ്ങളൊക്കെ നിസ്കരിക്കുന്ന സമയത്ത് നിയ്യത്ത് പറഞ്ഞ് നിസ്കരിച്ചു കഴിഞ്ഞാൽ അവിടെ നമുക്ക് കളയായ നിസ്കാരങ്ങൾ കളാ വീട്ടുകയും സുന്നത്തിന്റെ കൂലി കിട്ടുകയും ചെയ്യുകയാണ്. അല്ലാഹു തആല അനുഗ്രഹിക്കുമാറാകട്ടെ, അല്ലാഹു തആല അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, നിസ്കാരം നമ്മൾ ഒഴിവാക്കാൻ പാടില്ല. കളയായി കഴിഞ്ഞാൽ അത് എടുത്തു വീട്ടുന്നത് വല്ലാത്ത പാടാണ്. ളുഹർ നിസ്കാരത്തിന് ബാങ്ക് വിളിച്ചു കഴിഞ്ഞാൽ ആ സമയത്ത് തന്നെ പോയി നിസ്കരിച്ചോ. പിന്നീട് നിസ്കരിക്കാൻ വേണ്ടി നോക്കിയാൽ ആ നിസ്കാരത്തിന് വല്ലാത്ത ഗഫലത്ത് കടന്നു വരും, വല്ലാത്ത അശ്രദ്ധ കടന്നു വരും, വല്ലാത്ത ക്ഷീണം കടന്നു വരും, വല്ലാത്ത അലസത കടന്നു വരും, വല്ലാത്ത മടി കടന്നു വരും. അതുകൊണ്ട് അവ്വല് വഖത്തിൽ നിസ്കരിച്ചു കഴിഞ്ഞാൽ അതിന്റെ റാഹത്തിൽ തന്നെ നിസ്കരിക്കാം. അതുകൊണ്ടാണ് റസൂലുള്ളാഹി തങ്ങളുടെ മുന്നിലേക്ക് അതാ ഒരു സ്വഹാബി വന്നുകൊണ്ട് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, അയ്യുൽ അഅമാലി അഫ്ളു യാ റസൂലല്ലാഹ്, ഏറ്റവും നല്ല അമലേതാണ് നബി എന്ന് സഹാബത്ത് വന്നുകൊണ്ട് ചോദിക്കുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് അസ്സലാത്തു ലിഅവ്വലി വഖതിഹാ, നിസ്കാരം അതിന്റെ ആദ്യ സമയത്ത് തന്നെ നിസ്കരിക്കലാണ് ഏറ്റവും നല്ല അമലെന്ന് ഹബീബുനാ നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹു തആല നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു അത് നമ്മുടെ നിസ്കാരങ്ങളൊക്കെ കൃത്യസമയത്ത് നിസ്കരിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.